ശാന്തി 24/11/24 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 15/12/2002 മധുബൻ. സമയമനുസരിച്ച് ലക്ഷ്യത്തിൻ്റെയും ലക്ഷണത്തിൻ്റെയും സമാനതയിലൂടെ ബാബയ്ക്ക് സമാനമാകൂ. ഇന്ന് 4 ഭാഗത്തുമുള്ള സർവ സ്വമാനധാരികളായ കുട്ടികളെ കണ്ട് ഹർഷിതമാവുകയാണ്. ഈ സംഗമത്തിൽ കുട്ടികളായ താങ്കൾക്ക് ഏതൊരു സ്വമാനം ലഭിക്കുന്നുവോ അതിനേക്കാൾ വലിയ സ്വമാനം മുഴുവൻ കൽപ്പത്തിലും ഒരു ആത്മാവിനും പ്രാപ്തമാവുക സാധ്യമല്ല. എത്ര വലിയ സ്വമാനമാണ്! ഇതിനെ അറിയുന്നുണ്ടോ? സ്വമാനത്തിൻ്റെ ലഹരി എത്ര വലുതാണ്! ഇത് സ്മൃതിയിൽ നിലനിൽക്കുന്നുണ്ടോ? സ്വമാനത്തിൻ്റെ മാല വളരെ വലുതാണ്. ഓരോരോ മുത്തിനെയും എണ്ണിക്കൊണ്ടിരിക്കൂ. സ്വമാനത്തിൻ്റെ ലഹരിയിൽ ലവ്ലീൻ ആവുകയും ചെയ്യൂ. ഈ സ്വമാനം, അതായത് ടൈറ്റിൽസ്, സ്വയം ബാബ്ദാദയിലൂടെ ലഭിച്ചിരിക്കുകയാണ്. പരമാത്മാവിലൂടെ സ്വമാനം പ്രാപ്തമായിരിക്കുന്നു. അതിനാൽ ഈ സ്വമാനത്തിൻ്റെ ആത്മീയ ലഹരിയെ കുലുക്കാൻ കഴിയുന്ന ഒരു അതോറിറ്റിയുമില്ല. കാരണം ഓൾമൈറ്റി അതോറിറ്റിയിലൂടെയുള്ള പ്രാപ്തിയാണ്. അപ്പോൾ ബാബ്ദാദ ഇന്ന് അമൃതവേളയിൽ മുഴുവൻ വിശ്വത്തിലെ സർവ്വ കുട്ടികളുടെയും ഭാഗത്ത് ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഇത് നോക്കി. ഓരോ കുട്ടിയുടെയും സ്മൃതിയിൽ എത്ര സ്വമാനങ്ങളുടെ മാല കിടക്കുകയാണ്. മാല ധരിക്കുക എന്നാൽ സ്മൃതിയിലൂടെ ആ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുക എന്നാണ്. അപ്പോൾ സ്വയം ചെക്ക് ചെയ്യൂ. ഈ സ്മൃതിയുടെ സ്ഥിതിയിൽ എത്രത്തോളം നിലനിൽക്കുന്നുണ്ട്? സ്വമാനത്തിൻ്റെ നിശ്ചയവും അതിൻ്റെ ആത്മീയ ലഹരിയും രണ്ടിൻ്റെയും ബാലൻസ് എത്രത്തോളമുണ്ട് എന്ന് ബാബ്ദാദ നോക്കുകയായിരുന്നു. നിശ്ചയമാണ് നോളജ്ഫുൾ ആവുക എന്നത്. ആത്മീയ ലഹരിയാണ് പവർഫുൾ ആവുക എന്നത്. നോളജ്ഫുള്ളിലും 2 പ്രകാരത്തിലുള്ളവരെ കണ്ടു. ഒന്നാണ് നോളജ്ഫുൾ, രണ്ടാമത്തേതാണ് നോളജബിൾ, അതായത് ജ്ഞാനസ്വരൂപം. അപ്പോൾ സ്വയം തന്നോട് ചോദിക്കൂ, ഞാൻ ആരാണ്? കുട്ടികളുടെ ലക്ഷ്യം വളരെ ഉയർന്നതാണ് എന്ന് ബാബ്ദാദ അറിയുന്നുണ്ട്. ലക്ഷ്യം ഉയർന്നതാണല്ലോ. എത്ര ഉയർന്നതാണ്! ബാബയ്ക്ക് സമാനമാകും എന്നെല്ലാവരും പറയുന്നു. ഏതുപോലെ ബാബ ഉയർന്നതിലും ഉയർന്നവനാണ്. അപ്പോൾ ബാബയ്ക്ക് സമാനം ആകുന്നതിൻ്റെ ലക്ഷ്യം എത്ര ഉയർന്നതാണ്! അപ്പോൾ ലക്ഷ്യത്തെ കണ്ട് ബാബ്ദാദ വളരെയധികം സന്തോഷിക്കുന്നു. പക്ഷേ എന്താണെന്ന് പറയട്ടെ. പക്ഷേ എന്താണ്? അത് ടീച്ചേഴ്സും ഡബിൾ ഫോറിനേഴ്സും കേൾക്കുമോ? മനസ്സിലായിട്ടുണ്ടാകും. ബാബ്ദാദ ലക്ഷ്യവും ലക്ഷണവും സമാനമാകുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ സ്വയം തന്നോട് ചോദിക്കൂ, ലക്ഷ്യവും ലക്ഷണവും, അതായത് പ്രാക്ടിക്കൽ സ്ഥിതി സമാനമാണോ? കാരണം ലക്ഷ്യത്തിൻ്റെയും ലക്ഷണത്തിൻ്റെയും സമാന ആകൽ തന്നെയാണ് ബാബയ്ക്ക് സമാനമാവുക എന്നത്. സമയമനുസരിച്ച് ഈ സമാനതയെ സമീപം കൊണ്ടുവരൂ. വർത്തമാന സമയത്ത് ബാബ്ദാദയ്ക്ക് കുട്ടികളുടെ ഒരു കാര്യം കാണുവാനാകില്ല. പല കുട്ടികളും ഭിന്ന ഭിന്ന പ്രകാരത്തിൽ ബാബയ്ക്ക് സമാനം ആകുന്നതിൻ്റെ പ്രയത്നം ചെയ്യുന്നു. ബാബയുടെ സ്നേഹത്തിനു മുന്നിൽ പ്രയത്നിക്കേണ്ട ആവശ്യമേയില്ല. എവിടെ സ്നേഹമുണ്ടോ അവിടെ പ്രയത്നമില്ല. എപ്പോഴാണോ ദേഹാഭിമാനത്തിൻ്റെ തലകീഴായ ലഹരി നേച്ചറായി മാറിയത്, അപ്പോൾ നാച്ചുറലായി. ദേഹാഭിമാനത്തിൽ വരുന്നതിന് പുരുഷാർത്ഥം ചെയ്യേണ്ടി വരുമോ? അല്ലെങ്കിൽ 63 ജന്മം പുരുഷാർത്ഥം ചെയ്തോ? നേച്ചറായി, നാച്ചുറലായി മാറി. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നു, ദേഹിക്ക് പകരം ദേഹത്തിൽ വന്നു പോകുന്നു.
ഏതുപോലെ ദേഹാഭിമാനം നേച്ചറും നാച്ചുറലും ആയിരുന്നുവോ, അതേപോലെ ഇപ്പോൾ ദേഹീയ അഭിമാന്യ സ്ഥിതിയും നാച്ചുറലും നേച്ചറും ആകണം. നേച്ചർ മാറ്റുന്നത് പ്രയാസമാകുന്നു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുവല്ലോ, എൻ്റെ ഭാവം അതായിരുന്നില്ല, നേച്ചറാണ്. അപ്പോൾ ആ നേച്ചറിനെ നാച്ചുറൽ ആക്കിയിരിക്കുകയാണ്. ബാബയ്ക്ക് സമാനമായ നേച്ചറിനെ നാച്ചുറൽ ആക്കാൻ സാധിക്കുന്നില്ല. തലകീഴായ നേച്ചറിന് വശമതരായി പോകുന്നു. യഥാർത്ഥ നേച്ചർ ബാബയ്ക്ക് സമാനം ആകുന്നതിൻ്റെതാണ്. ഇതിൽ പ്രയത്നമുള്ളത് എന്തുകൊണ്ട്? ബാബ്ദാദ ഇപ്പോൾ എല്ലാ കുട്ടികളുടെയും ദേഹീയഭിമാനിയായി ഇരിക്കുന്നതിൻ്റെ നാച്ചുറൽ നേച്ചർ കാണുവാൻ ആഗ്രഹിക്കുന്നു. ബ്രഹ്മബാബയെ കണ്ടിട്ടുണ്ട്. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ദേഹീയ അഭിമാനി സ്ഥിതി നാച്ചുറൽ നേച്ചർ ആയിരുന്നു. ബാബ്ദാദ സമാചാരം കേട്ടു. ഈയിടെ വിശേഷിച്ച് ദാദിമാർ ഫരിസ്താസ് അവസ്ഥ, കർമാതീത അവസ്ഥ, ബാബയ്ക്ക് സമാനമായ അവസ്ഥ എങ്ങനെ നാച്ചുറൽ ആക്കാം എന്നതിൻ്റെ ആത്മീയ സംഭാഷണം നടത്തുന്നു. നേച്ചർ ആകണം എന്ന ആത്മീയ സംഭാഷണം നടത്തുന്നുവല്ലോ. ദാദിക്കും ഫരിസ്തയായി മാറണം, കർമാതീതമാകണം, ബാബ പ്രത്യക്ഷമാകണം എന്നത് വീണ്ടും വീണ്ടും വരുന്നുവല്ലോ. അപ്പോൾ ഫരിസ്തയാകുന്നതിൻ്റെയും നിരാകാരി കർമാതീത അവസ്ഥ ഉണ്ടാകുന്നതിൻ്റെയും വിശേഷ ഉപാധിയാണ് നിരഹങ്കാരി ആവുക. നിരഹങ്കാരിക്ക് തന്നെയാണ് നിരാകാരിയാകുവാൻ സാധിക്കുന്നത്. അതിനാലാണ് ബാബ ബ്രഹ്മാവിലൂടെ ലാസ്റ്റ് മന്ത്രമായി നിരാകാരിയോടൊപ്പം നിരഹങ്കാരി എന്ന് പറഞ്ഞത്. കേവലം തൻ്റെ ദേഹത്തിലോ മറ്റുള്ളവരുടെ ദേഹത്തിലോ കുടുങ്ങുന്നതിനെ മാത്രമല്ല ദേഹാഹങ്കാരം അല്ലെങ്കിൽ ദേഹബോധം എന്ന് പറയുന്നത്. ദേഹ അഹങ്കാരവുമുണ്ട്, ദേഹബോധവുമുണ്ട്. തൻ്റെ ദേഹത്തിൻ്റെയോ മറ്റുള്ളവരുടെ ദേഹത്തിൻ്റെയോ ബോധത്തിൽ ഇരിക്കുന്നത്, മോഹത്തിൽ ഇരിക്കുന്നത്, അതിൽ മെജോറിറ്റിയും പാസ്സാണ്. ആരാണോ പുരുഷാർത്ഥത്തിൻ്റെ താൽപ്പര്യത്തിലിരിക്കുന്നത്, സത്യമായ പുരുഷാർത്ഥികൾ, അവർ ഈ സ്ഥൂല രൂപത്തിൽ നിന്നും ഉപരിയാണ്. എന്നാൽ ദേഹാഭിമാനത്തിൻ്റെ അനേകം സൂക്ഷ്മ രൂപങ്ങളുണ്ട്. ഇതിൻ്റെ ലിസ്റ്റ് പരസ്പരം കണ്ടെത്തണം. ബാബ്ദാദ ഇന്ന് കേൾപ്പിക്കുന്നില്ല. ഇന്ന് ഇത്രയും തന്നെ സൂചന ധാരാളമാണ്. കാരണം എല്ലാവരും വിവേകശാലിയാണ്. നിങ്ങൾ ഏവരും അറിയുന്നുണ്ടല്ലോ. അഥവാ എല്ലാവരോടും ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും വളരെ സാമർഥ്യത്തോടെ കേൾപ്പിക്കും. എന്നാൽ ബാബ്ദാദ കേവലം ചെറിയൊരു സഹജ പുരുഷാർത്ഥം പറഞ്ഞു തരുന്നു. സദാ മനസ്സിലും വാക്കിലും കർമ്മത്തിലും സംബന്ധ സമ്പർക്കത്തിലും ലാസ്റ്റ് മന്ത്രത്തിൻ്റെ 3 വാക്കുകളായ നിരാകാരി, നിരഹങ്കാരി, നിർവികാരി എന്നത് സദാ ഓർമ്മ വയ്ക്കൂ. സങ്കൽപ്പിക്കുമ്പോൾ ചെക്ക് ചെയ്യൂ, മഹാമന്ത്രത്താൽ സമ്പന്നമാണോ? അതേപോലെ തന്നെ വാക്കിലും കർമ്മത്തിലും എല്ലാത്തിലും കേവലം 3 വാക്ക് ഓർമ്മ വയ്ക്കൂ, സമാനത ഉണ്ടാക്കൂ. ഇത് സഹജമാണല്ലോ. മുഴുവൻ മുരളിയും ഓർമ്മിക്കൂ എന്ന് പറയുന്നില്ല. 3 വാക്കുകൾ. ഈ മഹാമന്ത്രം സങ്കല്പത്തെയും ശ്രേഷ്ഠമാക്കി മാറ്റും. വാക്കിൽ വിനയം കൊണ്ടുവരും, കർമ്മത്തിൽ സേവാഭാവം കൊണ്ടുവരും, സംബന്ധ സമ്പർക്കത്തിൽ സദാ ശുഭഭാവനയുടെയും ശ്രേഷ്ഠ കാമനയുടെയും വൃത്തി ഉണ്ടാക്കും. ബാബ്ദാദ സേവനത്തിൻ്റെ സമാചാരവും കേൾക്കുന്നു. സേവനത്തിൽ ഇക്കാലത്ത് ഭിന്ന ഭിന്ന കോഴ്സ് നടത്തുന്നു. എന്നാൽ ഇപ്പോൾ ഒരു കോഴ്സ് അവശേഷിക്കുകയാണ്. അത് ഇതാണ്:
ഓരോ ആത്മാവിലും ഏതൊരു ശക്തി വേണമോ ആ ഫോഴ്സിൻ്റെ കോഴ്സ് എടുക്കണം. ശക്തി നിറയ്ക്കുന്നതിൻ്റെ കോഴ്സ്, വാക്കിലൂടെ കേൾപ്പിക്കുന്നതിൻ്റെ കോഴ്സല്ല, വാക്കിനോടൊപ്പം ശക്തി നിറയ്ക്കുന്നതിൻ്റെ കോഴ്സും ഉണ്ടാകണം. അതിലൂടെ നല്ലത് നല്ലത് എന്ന് പറയുകയല്ല, എന്നാൽ നല്ലവരായി മാറട്ടെ. ഇന്ന് എനിക്ക് ശക്തിയുടെ അഞ്ജലി ലഭിച്ചു എന്ന് വർണ്ണിക്കട്ടെ. അഞ്ജലിയെങ്കിലും അനുഭവപ്പെട്ടുവെങ്കിൽ ആ ആത്മാക്കളെ സംബന്ധിച്ച് ധാരാളമാണ്. കോഴ്സ് എടുക്കൂ. എന്നാൽ ആദ്യം സ്വയം തനിക്ക് എടുത്ത ശേഷം പറയൂ. അപ്പോൾ കേട്ടോ, ബാബ്ദാദ എന്താണ് ആഗ്രഹിക്കുന്നത്? ലക്ഷ്യവും ലക്ഷണവും സമ്മാനമാക്കൂ. എല്ലാവരുടെയും ലക്ഷ്യം കണ്ട് ബാബ്ദാദ വളരെ വളരെ സന്തോഷിക്കുന്നു. ഇപ്പോൾ കേവലം സമ്മാനമാക്കൂ. അപ്പോൾ വളരെ സഹജമായി ബാബയ്ക്ക് സമാനമായി മാറും. ബാബ്ദാദയാണെങ്കിൽ കുട്ടികളെ സമ്മാനത്തെക്കാളും ഉയർന്നതായി, തന്നെക്കാളും ഉയർന്നതായി നോക്കുന്നു. സദാ ബാബ്ദാദ കുട്ടികളെ ശിരസിലെ കിരീടം എന്ന് പറയുന്നു. കിരീടം ശിരസിനേക്കാളും ഉയർന്നതായിരിക്കുമല്ലോ. ടീച്ചേഴ്സ് ശിരസിലെ കിരീടമാണോ? ടീച്ചേഴ്സിനോട് നോക്കൂ, എത്ര ടീച്ചേഴ്സാണുള്ളത്. ഒരു ഗ്രൂപ്പിൽ ഇത്രയും ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഓരോ ഗ്രൂപ്പിലും എത്ര ടീച്ചേഴ്സ് ഉണ്ടാകും? ടീച്ചേഴ്സ് ബാബ്ദാദയുടെ ഒരു ആശ പൂർത്തീകരിക്കുന്നതിൻ്റെ സങ്കല്പമെടുത്തു. എന്നാൽ മുന്നിൽ കൊണ്ടുവന്നില്ല. അറിയാമോ ഏതാണെന്ന്? ഒന്നാമതായി ബാബ്ദാദ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അവകാശികളുടെ മാല തയ്യാറാക്കൂ. അവകാശികളുടെ മാല, ജനറൽ മാലയല്ല. രണ്ടാമതായി സംബന്ധ സമ്പർക്കത്തിലുള്ളവരെ മൈക്കാക്കൂ. താങ്കളല്ല പ്രഭാഷണം നടത്തേണ്ടത്, എന്നാൽ അവർ താങ്കളുടെ ഭാഗത്തു നിന്നും മീഡിയ ആയി മാറണം. താങ്കളുടെ മീഡിയ ആക്കൂ. മീഡിയ എന്താണ് ചെയ്യുന്നത്? തലകീഴായതോ നേരായതോ ഉള്ള ശബ്ദം വ്യാപിപ്പിക്കുന്നുവല്ലോ. അപ്പോൾ മീഡിയയ്ക്ക് സമ്മാനം പ്രത്യക്ഷതയുടെ ശബ്ദം വ്യാപിപ്പിക്കുന്ന തരത്തിലുള്ള മൈക്ക് തയ്യാറാകണം. താങ്കൾ ഭഗവാൻ വന്നു, ഭഗവാൻ വന്നു കഴിഞ്ഞു എന്ന് പറയും. അത് കോമണായി മനസ്സിലാക്കുന്നു. എന്നാൽ താങ്കളുടെ ഭാഗത്തു നിന്നും മറ്റുള്ളവർ പറയണം, അതോറിറ്റി ഉള്ളവർ പറയണം, ആദ്യം നിങ്ങളെ ശക്തികളുടെ രൂപത്തിൽ പ്രത്യക്ഷമാക്കണം. എപ്പോഴാണോ ശക്തികൾ പ്രത്യക്ഷമാകുന്നത്, അപ്പോൾ ബാബ പ്രത്യക്ഷമാകും. അപ്പോൾ ഉണ്ടാക്കൂ, മീഡിയ തയ്യാറാക്കൂ. നോക്കും, ചെയ്തുവോ? വള ആയാലും മതി, മാല വിട്ടേക്കോ? തയ്യാറാക്കിയോ? ആര് ഇങ്ങനെ തയ്യാറാക്കി? അവർ കൈ ഉയർത്തു. ഏതിനെയാണ് തയ്യാറാക്കിയത് എന്ന് ബാബ്ദാദ നോക്കും. നല്ല ധൈര്യം വച്ചിട്ടുണ്ട്. ടീച്ചേഴ്സ് എന്താണ് ചെയ്യേണ്ടത് എന്ന് കേട്ടുവോ? ശിവരാത്രിക്ക് അവകാശി ക്വാളിറ്റിയെ തയ്യാറാക്കൂ, മൈക്കിനെ തയ്യാറാക്കൂ. അപ്പോൾ അടുത്ത വർഷം ശിവരാത്രിക്ക് എല്ലാവരുടെയും വായിൽ നിന്നും ശിവ് ബാബ വന്നു കഴിഞ്ഞു എന്ന ശബ്ദം വരണം. ഇങ്ങനെ ശിവരാത്രി ആഘോഷിക്കൂ. പ്രോഗ്രാം വളരെ നന്നായി ഉണ്ടാക്കിയിരിക്കുകയാണ്. പ്രോഗ്രാം എല്ലാവർക്കും അയച്ചിരിക്കുകയാണല്ലോ. പ്രോഗ്രാം ശരിയായി ഉണ്ടാക്കി. എന്നാൽ ഓരോ പ്രോഗ്രാമിൽ നിന്നും ഏതെങ്കിലും മൈക്ക് തയ്യാറാകണം, ഏതെങ്കിലും അവകാശി തയ്യാറാകണം. ഈ പുരുഷാർത്ഥം ചെയ്യൂ. പ്രഭാഷണം നടത്തി പോയി. ഇങ്ങനെയാകരുത്. ഇതാകട്ടെ 66 വർഷമായി. സേവനത്തിൻ്റെ 50 വർഷവും ആഘോഷിച്ചു. ഇപ്പോൾ ശിവരാത്രിയുടെ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കൂ. ഈ 2 പ്രകാരത്തിലുള്ള ആത്മാക്കളെ തയ്യാറാക്കൂ. പിന്നെ നോക്കൂ, പെരുമ്പറ മുഴങ്ങുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന്. പെരുമ്പറ താങ്കൾ മുഴക്കുകയില്ല. താങ്കൾ ദേവിമാരാണ്, സാക്ഷാത്കാരം നൽകും. പെരുമ്പറ മുഴക്കുന്നവരെ തയ്യാറാക്കൂ.
ശിവശക്തികൾ വന്നു എന്ന് പ്രാക്ടിക്കലിൽ അവർ ഗീതം പാടണം. ശിവരാത്രിക്ക് എന്തു ചെയ്യണം എന്ന് കേട്ടുവോ? അതേപോലെ തന്നെ പ്രഭാഷണം നടത്തി അവസാനിപ്പിക്കരുത്. പിന്നെ എഴുതും, ബാബ 500 പേർ, 1000 പേർ, 1,00,000 വ്യക്തികൾ വന്നു സന്ദേശം നൽകി. എന്നാൽ എത്ര അവകാശികൾ വന്നു, എത്ര മൈക്ക് വന്നു? ഇപ്പോൾ ആ സമാചാരം നൽകണം. എന്താണോ ഇപ്പോൾ വരെ ചെയ്തത്, ഭൂമി തയ്യാറാക്കി സന്ദേശം നൽകി, അതിനെ ബാബ നല്ലത് എന്ന് പറയുന്നു. ആ സേവനം വ്യർത്ഥമായി പോയില്ല, സമർത്ഥമായി. പ്രജകൾ തയ്യാറായി, റോയൽ ഫാമിലി തയ്യാറായി. എന്നാൽ രാജാവും റാണിയും വേണം. സിംഹാസനത്തിലിരിക്കുന്ന രാജാവും റാണിയുമല്ല, രാജാവിൻ്റെയും റാണിയുടെയും കൂടെ അവിടെ ദർബാറിലും രാജാവിന് സമ്മാനം ഇരിക്കുന്ന അങ്ങനെയുള്ളവരെ തയ്യാറാക്കൂ. രാജ്യ ദർബാർ ശോഭയുള്ളതാകട്ടെ. ശിവരാത്രിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് കേട്ടുവോ? പാണ്ഡവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൈ ഉയർത്തു, ശ്രദ്ധ കൊടുത്തു. നല്ലത്. വലിയ വലിയ മഹാരഥികൾ ഇരിക്കുകയാണ്. ബാബ്ദാദ സന്തോഷിക്കുന്നു. ഇതും ഹൃദയത്തിലെ സ്നേഹമാണ്. കാരണം പ്രത്യക്ഷത എപ്പോഴുണ്ടാകും എന്ന് താങ്കൾക്കേവർക്കും സങ്കല്പം വരുന്നുവല്ലോ. അപ്പോൾ ബാബ്ദാദ കേട്ടുകൊണ്ടിരിക്കുന്നു. മധുബനിലുള്ളവർ എന്തു കേട്ടു? മധുബനിലുള്ളവർ കേട്ടു. മധുബൻ, ശാന്തിവൻ, ജ്ഞാന സരോവരത്തിലുള്ളവർ എല്ലാവരും മധുബൻ നിവാസികളാണ്. ശരി. മധുബനിൽ നിന്നും പെരുമ്പറം മുഴങ്ങുമോ? എവിടെ നിന്നും പെരുമ്പറം മുഴങ്ങും? മുന്നിലുള്ളവർ പറഞ്ഞു, ഡൽഹിയിൽ നിന്ന്. മധുബനിൽ നിന്നുമല്ലേ? 4 ഭാഗത്തു നിന്നും എന്ന് പറയൂ. ഒരു ഭാഗത്ത് നിന്ന് മുഴങ്ങുകയില്ല. മധുബനിൽ നിന്നും മുഴങ്ങുമ്പോൾ 4 ഭാഗത്തു നിന്നും മുഴങ്ങും. അപ്പോൾ കുംഭകർണൻ ഉണരും. മധുബനിലുള്ളവർ ഇതുപോലെ സേവനത്തിൽ അക്ഷീണരായി സേവനത്തിൻ്റെ പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണോ? അതേപോലെ ഈ മനസ്സാ സേവനവും ചെയ്തുകൊണ്ടിരിക്കൂ. കേവലം കർമ്മണ അല്ല, മനസ്സ, വാച, കർമ്മണ 3 സേവനവും ചെയ്യുന്നുമുണ്ട്. ഇനിയും കൂടുതൽ ചെയ്യണം. ശരി. മധുബനിലുള്ളവർ മറന്നിട്ടില്ല. മധുബനിലുള്ളവർ ചിന്തിക്കുന്നു, ബാബ്ദാദ വരുന്നത് മധുബനിലാണ്. എന്നാൽ മധുബൻ്റെ പേര് പറയുന്നില്ല. മധുബൻ സദാ ഓർമ്മയുണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. മധുബൻ ഇല്ലായിരുന്നുവെങ്കിൽ എവിടെ വരുമായിരുന്നു? സേവാധാരികളായ നിങ്ങൾ സേവനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇവർ എങ്ങനെ കഴിക്കുകയും താമസിക്കുകയും ചെയ്യുമായിരുന്നു? അപ്പോൾ മധുബനിലുള്ളവരെ ബാബ്ദാദയും ഹൃദയപൂർവ്വം ഓർമ്മിക്കുന്നു, ഹൃദയപൂർവ്വം ആശീർവാദങ്ങൾ നൽകുന്നു. ശരി. മധുബനോടും സ്നേഹമുണ്ട്, ടീച്ചേഴ്സിനോടും സ്നേഹമുണ്ട്, മധുരമധുരമായ മാതാക്കളോടും സ്നേഹമുണ്ട്. ഒപ്പം മഹാവീരന്മാരായ പാണ്ഡവരോടും സ്നേഹമുണ്ട്. പാണ്ഡവരെ കൂടാതെയും ഗതിയില്ല. അതിനാൽ ചതുർഭുജ രൂപത്തിൻ്റെ മഹിമയാണ് കൂടുതൽ. പാണ്ഡവരുടെയും ശക്തികളുടെയും 2 പേരുടെയും കമ്പൈൻഡ് രൂപമാണ് വിഷ്ണു ചതുർഭുജം. ശരി. മധുബനിലുള്ള പാണ്ഡവരായ നിങ്ങൾക്കേവർക്കും ലഹരിയുണ്ടല്ലോ. വിജയത്തിൻ്റെ ലഹരി, മറ്റു ലഹരിയല്ല. നല്ലതാണ്. പാണ്ഡവ ഭവനിൽ മെജോറിറ്റിയും പാണ്ഡവരാണ്. പാണ്ഡവർ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കേവർക്കും മധുബനിൽ രസം തോന്നുമായിരുന്നില്ല. അതിനാൽ മഹത്വം മധുബൻ നിവാസികളുടേതാണ്. അവർ താങ്കളെ ആഹ്ലാദത്തോടെ താമസിപ്പിക്കുന്നു, കഴിപ്പിക്കുന്നു, പറത്തുന്നു. ഇന്ന് ബാബ്ദാദയ്ക്ക് അമൃതവേള മുതൽ മധുബൻ നിവാസികളുടെ ഓർമ്മ വരികയാണ്. എവിടെയുള്ളവരായാലും, മുകളിലിരിക്കുന്നവരായാലും, മധുബനിലുള്ളവരായാലും, ഇവിടെ ഡ്യൂട്ടിയിലുള്ളവരായാലും, 4 ഭാഗത്തുമുള്ള മധുബൻ നിവാസികളെ
ബാബ്ദാദ അമൃതവേള മുതൽ ഓർമ്മിച്ചു. ശരി, ബാബ്ദാദ ഏതൊരു ആത്മീയ എക്സസൈസ് നൽകിയോ അത് മുഴുവൻ ദിവസത്തിലും എത്ര തവണ ചെയ്യുന്നുണ്ട്? എത്ര സമയം ചെയ്യുന്നുണ്ട്? നിരാകാരിയും ഫരിഷ്തയും, ബാബയും ദാദയും. ഇപ്പോൾ നിരാകാരി, ഇപ്പോൾ തന്നെ ഫരിഷ്ത സ്വരൂപം. രണ്ടിലും ദേഹബോധമില്ല. അപ്പോൾ ദേഹബോധത്തിൽ നിന്നും ഉപരിയാകണമെങ്കിൽ ഈ ആത്മീയ എക്സസൈസ് കർമ്മം ചെയ്യുമ്പോഴും തൻ്റെ ഡ്യൂട്ടി നിറവേറ്റുമ്പോഴും ഒരു സെക്കൻഡിൽ അഭ്യസിക്കാൻ സാധിക്കും. ഇത് ഒരു നാച്ചുറൽ അഭ്യാസമാകണം. ഇപ്പോൾ നിരാകാരി, ഇപ്പോൾ തന്നെ ഫരിഷ്ത. ശരി, ബാബ്ദാദ ഡ്രിൽ ചെയ്യിച്ചു. ഇങ്ങനെ നിരന്തരമായി ഭവിക്കട്ടെ. 4 ഭാഗത്തുമുള്ള ബാബ്ദാദയുടെ ഓർമ്മയിൽ മഗ്നമായിരിക്കുന്നവർക്ക് ബാബയ്ക്ക് സമാനമാകുന്നതിൻ്റെ ലക്ഷ്യത്തെ ലക്ഷണത്തിൽ സമാനമാക്കുന്നവർക്ക്, ആരാണോ ഓരോ കോണിലും സയൻസിൻ്റെ സാധനങ്ങളിലൂടെ പകലും രാത്രിയും ഉണർന്നിരിക്കുന്നവർ, ആ കുട്ടികൾക്കും ബാബ്ദാദ സ്നേഹസ്മരണകളും ആശംസകളും ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങളും നൽകുകയാണ്. ബാബ്ദാദ അറിയുന്നുണ്ട്, എല്ലാവരുടെയും ഹൃദയത്തിൽ ഈ സമയത്ത് ദിലാരാമനായ ബാബയുടെ ഓർമ്മ അലിഞ്ഞിരിക്കുകയാണ്. ഓരോ കോണിലും ഇരിക്കുന്ന ഓരോ കുട്ടികൾക്കും ബാബ്ദാദ പേഴ്സണൽ പേര് സഹിതം സ്നേഹസ്മരണകൾ നൽകുന്നു. പേരുകളുടെ നാമം ജപിക്കുകയാണെങ്കിൽ രാത്രി പൂർത്തിയാകും. ബാബ്ദാദ എല്ലാ കുട്ടികൾക്കും ഓർമ്മകൾ നൽകുന്നു. പുരുഷാർത്ഥത്തിൽ ഏത് നമ്പറും ആയിക്കൊള്ളട്ടെ, എന്നാൽ ബാബ്ദാദ സദാ ഓരോ കുട്ടിയുടെയും ശ്രേഷ്ഠ സോമാനത്തിന് സ്നേഹസ്മരണകൾ നൽകുന്നു. നമസ്തേയും പറയുന്നു. സ്നേഹസ്മരണകൾ നൽകുന്ന സമയം ബാബ്ദാദയുടെ മുന്നിൽ 4 ഭാഗത്തുമുള്ള ഓരോ കുട്ടിയും ഓർമ്മയുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടി ഏത് കോണിലായാലും, ഗ്രാമത്തിലോ പട്ടണത്തിലോ ദേശത്തോ വിദേശത്തോ എവിടെയായാലും ബാബ്ദാദ അവർക്ക് സോമാനം ഓർമ്മ വരുത്തിക്കൊണ്ട് സ്നേഹസ്മരണകൾ നൽകുന്നു. എല്ലാവരും സ്നേഹസ്മരണകളുടെ അധികാരിയാണ്. കാരണം ബാബ എന്ന് പറയും, അപ്പോൾ സ്നേഹസ്മരണയുടെ അധികാരി തന്നെയാണ്. മുന്നിലിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും ബാബ്ദാദ സോമാനത്തിൻ്റെ മാലധാരി സ്വരൂപത്തിൽ കാണുകയാണ്. എല്ലാവർക്കും ബാബ് സമാൻ സോമാന സ്വരൂപത്തിൽ സ്നേഹസ്മരണകൾ. നമസ്തേ. ദാദിജിയോട്, ശരിയായി കഴിഞ്ഞു. ഇപ്പോൾ ഒരു രോഗവുമില്ല. ഓടിപ്പോയി. നമ്മുടെ അടുത്തും വരുമോ? അപ്പോൾ വലിയ കാര്യമൊന്നുമല്ല എന്നെല്ലാവരും കാണട്ടെ എന്ന് കേവലം കാണിക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. എല്ലാ ദാദിമാരും വളരെ നല്ല പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. ബാബ്ദാദ എല്ലാവരുടെയും പാർട്ട് കണ്ട് സന്തോഷിക്കുന്നു. നിർമ്മൽ ശാന്ത ദാദിയോട്, ആദിരത്നമാണല്ലോ. അനാദി രൂപത്തിലും നിരാകാരിയായ ബാബയുടെ സമീപമാണ്. കൂടെ ഇരിക്കുന്നു. ആദി രൂപത്തിലും രാജദർബാറിലും സഹചാരിയാണ്. സദാ റോയൽ ഫാമിലിയുടെയും റോയലാണ്, അതായത് അംഗമാണ്. സംഗമത്തിലും ആദിരത്നം ആകുന്നതിൻ്റെ ഭാഗ്യം ലഭിച്ചു. അപ്പോൾ വളരെ വലിയ ഭാഗ്യമാണല്ലോ. താങ്കൾ ഹാജരായിരിക്കുന്നത് തന്നെ സർവർക്കുമുള്ള വരദാനമാണ്. സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും, എന്തെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും താങ്കൾ ഹാജരായിരിക്കുന്നത് തന്നെ സർവർക്കുമുള്ള വരദാനമാണ്. ശരി, ഓം ശാന്തി. വരദാനം: ലൗകിക അലൗകിക ജീവിതത്തിൽ സദാ വേറിട്ടവരായി പരമാത്മാവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ അനുഭവത്തിലൂടെ നഷ്ടവുമോഹയായി ഭവിക്കട്ടെ. സദാ വേറിട്ടിരിക്കുന്നതിൻ്റെ അടയാളമാണ് പ്രഭു സ്നേഹത്തിൻ്റെ അനുഭൂതി. എത്രത്തോളം സ്നേഹമുണ്ടായിരിക്കുന്നുവോ
അത്രയും കൂടെയിരിക്കും, വേർപിരിയുകയില്ല. കൂടെയിരിക്കുന്നതിനെ തന്നെയാണ് സ്നേഹം എന്ന് പറയുന്നത്. ബാബ കൂടെയുണ്ട് എന്നിരിക്കെ സർവഭാരവും ബാബയ്ക്ക് നൽകി സ്വയം ഭാരരഹിതമാകൂ. ഇത് തന്നെയാണ് നഷ്ടമോഹ ആകുന്നതിൻ്റെ വിധി. എന്നാൽ പുരുഷാർത്ഥത്തിൻ്റെ സബ്ജക്റ്റിൽ സദാ എന്ന വാക്കിനെ അണ്ടർലൈൻ ചെയ്യൂ. ലൗകികവും അലൗകികവുമായ ജീവിതത്തിൽ സദാ വേറിട്ടവരായിരിക്കൂ. അപ്പോൾ സദാ കൂട്ടുകെട്ടിൻ്റെ അനുഭവമുണ്ടാകും. സ്ലോഗൻ: വികാരങ്ങളാകുന്ന സർപ്പങ്ങളെ തൻ്റെ ശയ്യയാക്കി മാറ്റൂ. അപ്പോൾ സഹജയോഗിയായി മാറും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ബാഹ്യ ലോകത്തിലെ കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ പിൻവലിച്ച് എൻ്റെ നിജ സ്വരൂപം ഞാൻ ചിന്തിക്കുന്നു. പുരികമധ്യത്തിൽ ഒരു പ്രകാശ ബിന്ദുവായി സ്ഥിതി ചെയ്യുന്ന ആത്മസ്വരൂപത്തിൽ എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ ഏകാഗ്രമാക്കുന്നു. ഞാൻ ദേഹി അഭിമാനി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥിതിയിൽ ഞാൻ ശാന്തിയും പവിത്രതയുമാകുന്ന എൻ്റെ സ്വധർമ്മത്തിൽ സ്ഥിരമാകുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും പവിത്രതയുടെയും വൈബ്രേഷൻസ് നാനാഭാഗത്തും വ്യാപിക്കുന്നു. ബുദ്ധിബലത്തിലൂടെ ദേഹത്തിൻ്റെയും ദേഹത്തിൻ്റെ ലോകത്തിൻ്റെയും സ്മൃതിക്ക് ഉപരിയായി ഞാൻ ശാന്തിധാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. സ്വർണ്ണ ചുവപ്പ് പ്രകാശം നിറഞ്ഞ ലോകത്തിൽ ശിവ പരമാത്മാവിൻ്റെ സമീപത്ത് പരമാത്മാ സ്മൃതിയുടെ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. ഈ സ്മൃതിയിൽ ഇരിക്കുമ്പോൾ ശാന്തിയുടെയും പവിത്രതയുടെയും സർവശക്തികളുടെയും അളവറ്റ ഖജനാവുകൾ ആത്മാവിൽ നിറയുന്നു. ഈ ഈശ്വരീയ ഖജനാവുകളുടെ സമ്പന്ന അവസ്ഥയിൽ പരമാത്മാവുമായി സംയുക്തമായിരുന്ന് എൻ്റെ വരദാനി സ്വരൂപം ഞാൻ എമർജ് ചെയ്യുന്നു. ശാന്തിയുടെയും ശക്തിയുടെയും ഈശ്വരീയ ഖജനാവുകൾ മാസ്റ്റർ ജ്ഞാന സൂര്യൻ്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് മുഴുവൻ വിശ്വത്തിലേക്കും പ്രസരിപ്പിക്കുന്നു. സൃഷ്ടിയിലെ മനുഷ്യാത്മാക്കൾ ഈശ്വരീയ ശക്തിയാൽ ശാന്തിയുടെ ഖജനാവിനാൽ സമ്പന്നം. സർവ ആത്മാക്കളും പരമാത്മാ ശക്തികളുടെ
ഛത്രഛായയിൽ സുരക്ഷിതമായി ഇരിക്കട്ടെ.